ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, ഏവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് വനിതാ എക്സൈസിൻ്റെ PSC പരീക്ഷയായിരുന്നു. ആ പരീക്ഷ കഴിഞ്ഞ് കുട്ടികൾ വന്നിട്ടുണ്ട്, ഇവിടെ ചോദ്യം കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ ഞങ്ങളൊന്ന് നോക്കി. ആ ക്വസ്റ്റ്യൻ ഒരു ചോദ്യവും ഒരു ഉത്തരവും പഠിക്കുന്നവർക്ക് ഈ ജന്മം ആ ക്വസ്റ്റ്യൻ എഴുതാൻ പറ്റില്ല. സവിസ്തരമായി ക്ലാസ്സുകൾ കേട്ടവർക്കും പുസ്തകങ്ങൾ വായിച്ചവർക്കും മാത്രമേ ആ പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇതെല്ലാവർക്കും ഒരു പാഠമാണ്. നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ ശരിയാണോ അല്ലയോ എന്ന് ഒന്ന് ചിന്തിക്കേണ്ടതാണ്. ഏതായാലും ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. വനിതാ എക്സൈസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ അവതരിപ്പിക്കുന്നതിന് വേണ്ടി നിത്യ എത്തിയിട്ടുണ്ട്. നിത്യ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടക്കുകയാണ്. ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കുന്നത് 11/2026 ഇന്ന് നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ചോദ്യങ്ങളാണ് നോക്കുന്നത്. വിമൺ എക്സൈസ് ഓഫീസറിൻ്റെ പരീക്ഷയായിരുന്നു നടന്നത്. നമ്മൾ നോക്കുന്ന കോഡ് ബി കോഡ് ക്വസ്റ്റ്യനാണ് നോക്കുന്ന കോഡ് ബി കോഡാണ്. അതിൽ ഒന്നാമത്തെ ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ ലക്ഷ്യങ്ങൾ ഏതെല്ലാം? താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ ലക്ഷ്യങ്ങൾ ഏതെല്ലാം എന്നതാണ് ചോദ്യം. അതിൽ കൊടുത്തിട്ടുള്ളത് സാമ്പത്തിക വളർച്ച, സ്വാശ്രയത്വം, നീതി, നവീകരണം. സാമ്പത്തിക വളർച്ച, സ്വാശ്രയത്വം, നീതി, നവീകരണം. അപ്പോൾ ഇതിലെല്ലാം ആസൂത്രണത്തിൻ്റെ ലക്ഷ്യങ്ങളായിട്ടുള്ളവയാണ്. അതുകൊണ്ട് ഇതിൻ്റെ ആൻസർ വരുന്നത് ഇവയെല്ലാം. ഓപ്ഷൻ ഡി ആണ്, ഇവയെല്ലാം. രണ്ടാമത്തെ ചോദ്യം, കേന്ദ്ര ബാങ്കിൻ്റെ ധർമ്മങ്ങളിൽ പെടാത്തത് ഏത്? കേന്ദ്ര ബാങ്കിൻ്റെ ധർമ്മങ്ങളിൽ പെടാത്തത്. തന്നിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. കറൻസി നോട്ട് അടിച്ചിറക്കുക. കറൻസി നോട്ട് അടിച്ചിറക്കുന്നത് കേന്ദ്ര ബാങ്കാണ്. കേന്ദ്ര ബാങ്ക് റിസർവ് ബാങ്കാണ്. റിസർവ് ബാങ്കാണ് കറൻസി നോട്ട് അടിച്ചിറക്കുന്നത്. അത് ശരിയാണ്. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നു. ശരിയാണ്. നികുതി നിരക്ക് നിശ്ചയിക്കുക. അത് തെറ്റാണ്. നികുതി നിരക്ക് നിശ്ചയിക്കുന്നത് കേന്ദ്ര ബാങ്ക് അല്ല, കേന്ദ്ര ഗവൺമെൻറ്റാണ് നികുതി നിരക്ക് നിശ്ചയിക്കുന്നത്. നാലാമത്തത് ഗവൺമെൻറ്റിൻ്റെ ബാങ്ക്. അതും ശരിയാണ്. അപ്പം ശരിയല്ലാത്ത ഒരെണ്ണമേ ഉള്ളൂ. നികുതി നിരക്ക് നിശ്ചയിക്കുക എന്നുള്ളത് ശരിയല്ല. 3 മാത്രം. ഓപ്ഷൻ ബി ആണ് ആൻസർ. 3 മാത്രം എന്നുള്ളതാണ് ആൻസർ. കറൻസി നോട്ട് അച്ചടിച്ചിറക്കുക, ബാങ്കുകളുടെ ബാങ്ക്, ഗവൺമെൻറ്റിൻ്റെ ബാങ്ക്, ഇതെല്ലാം ധർമ്മങ്ങളിൽ പെടുന്നവയാണ്. ഇതിൽ വരാത്തത് നികുതി നിരക്ക് നിശ്ചയിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ ചോദ്യം, നീതി ആയോഗുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏത്? നീതി ആയോഗുമായി ബന്ധപ്പെട്ട് ശരിയായത്. അതിൽ കൊടുത്തിട്ടുള്ളത് ആസ്ഥാനം ന്യൂഡൽഹിയിലെ നീതി ഭവൻ. ശരിയാണ്. സ്ഥാപിതമായത് 2015 ജനുവരി 1-നാണ്. അതും ശരിയാണ്. നിലവിലെ CEO പരമേശ്വരൻ അയ്യറാണ്. അത് ശരിയായിട്ടുള്ളതല്ല. ഇപ്പോൾ നിലവിലെ CEO ആരാണ്? BVR സുബ്രഹ്മണ്യമാണ്. അപ്പോൾ അത് മാത്രമാണ് അതിൽ മിസ്റ്റേക്കായിട്ടുള്ളത്. എന്നാൽ നീതി ആയോഗ് നിലവിൽ വരുന്ന തൊട്ട് മുമ്പുള്ള CEO പരമേശ്വര അയ്യർ ആയിരുന്നു. പക്ഷെ നിലവിൽ BVR സുബ്രഹ്മണ്യമാണ്. അപ്പോൾ ശരിയായിട്ടുള്ളത് ആസ്ഥാനം ന്യൂഡൽഹിയിലെ നീതി ഭവനാണ്. ശരിയാണ്. സ്ഥാപിതമായത് 2015 ജനുവരി 1-നാണ്. അതും ശരിയാണ്. അപ്പം ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം എന്നുള്ളതാണ് ആൻസർ. നാലാമത്തെ ക്വസ്റ്റ്യൻ, കേവല ഭൂരിപക്ഷ സമ്പ്രദായം എന്ന തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിന് അനുയോജ്യമല്ലാത്ത പ്രസ്താവന ഏതെന്നുള്ള. കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ, ഒരു പാർട്ടിക്ക് ലഭിക്കുന്ന വോട്ടിംഗ് ശതമാനത്തേക്കാൾ കൂടുതലായിരിക്കും ആ പാർട്ടിക്ക് ലഭിക്കുന്ന സീറ്റുകളുടെ എണ്ണം. അത് ശരിയാണ്. വോട്ടർ വോട്ട് ചെയ്യുന്നത് പാർട്ടി ലിസ്റ്റുകൾക്കായിരിക്കും. അത് തെറ്റാണ്. വോട്ടർ വോട്ട് ചെയ്യുന്നത് പാർട്ടി ലിസ്റ്റുകൾക്കല്ല. സമ്മതിദായകർ വോട്ട് ചെയ്യുന്നത് എപ്പോഴും ആർക്കാണ്? മത്സരാർത്ഥികൾക്കാണ് വോട്ട് ചെയ്യുന്നത്. മൂന്നാമത്തത്, വോട്ടിംഗ് ശതമാനത്തിനനുസരിച്ച് നിയമസഭയിൽ പ്രാതിനിധ്യം ലഭിക്കുന്നു. അതും തെറ്റായിട്ടുള്ളതാണ്. വോട്ടിംഗ് ശതമാനത്തിനനുസരിച്ച് നിയമസഭയിൽ പ്രാതിനിധ്യം ലഭിക്കുന്നു എന്നുള്ളതും തെറ്റാണ്. ശരിയായിട്ടുള്ള ഒരെണ്ണമേ ഉള്ളൂ. ഒരു പാർട്ടിക്ക് ലഭിക്കുന്ന വോട്ടിംഗ് ശതമാനത്തേക്കാൾ കൂടുതലായിരിക്കും ആ പാർട്ടിക്ക് ലഭിക്കുന്ന സീറ്റുകളുടെ എണ്ണം. അത് ശരിയാണ്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് അനുയോജ്യമല്ലാത്ത പ്രസ്താവനകളാണ്. അനുയോജ്യമല്ലാത്തത് നോക്കുമ്പോഴത്തേക്കും 2ഉം 3ഉം ആണ്. വോട്ടർ വോട്ട് ചെയ്യുന്നത് പാർട്ടി ലിസ്റ്റുകൾക്കായിരിക്കും എന്നുള്ളത് തെറ്റാണ്. അതുപോലെ വോട്ടിംഗ് ശതമാനത്തിനനുസരിച്ച് നിയമസഭയിൽ പ്രാതിനിധ്യം ലഭിക്കും എന്നുള്ളതും തെറ്റാണ്. അത് 2ആണ് അപ്പോൾ ആൻസറായിട്ട് വരുന്നത്, അനുയോജ്യമല്ലാതെ വരുന്നത്. അഞ്ചാമത്തെ ചോദ്യം, മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുന്ന അവകാശങ്ങൾ ഏതെല്ലാം? ആദ്യത്തേത് ജോലി ചെയ്യാനുള്ള അവകാശം. അത് മൗലിക അവകാശങ്ങളിൽ വരുന്നില്ല. ജോലി ചെയ്യാനുള്ള അവകാശം. സാമ്പത്തിക ചൂഷണത്തിനെതിരായ അവകാശം. അതും ഇതിൽ വരുന്നതല്ല. സാമൂഹികവും സാമ്പത്തികവുമായ നീതിക്കുള്ള അവകാശം. ഇതും മൗലിക അവകാശത്തിൽ വരുന്നതല്ല. അപ്പോൾ ഇതിൽ ആൻസർ വരുന്നത് ഇവയൊന്നുമല്ല. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇവയൊന്നുമല്ല. ഓപ്ഷൻ ഡി. ആറാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ആദ്യത്തെ എക്സ്റേ പോളറിമീറ്റർ ഉപഗ്രഹമാണ് എക്സ്പോസാറ്റ്. എക്സ്റേ പോളറിമെട്രി സാങ്കേതിക വിദ്യ വഴി എക്സ്പോസാറ്റിന് പഠന വിധേയമാക്കാൻ കഴിയാത്ത ആകാശ വസ്തുക്കൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ എ ആണ്. എക്സോ പ്ലാനറ്റുകളും ധൂമകേതുക്കളും. എക്സോ പ്ലാനറ്റുകളും ധൂമകേതുക്കളും. ആൻസർ ഓപ്ഷൻ എ ആണ്.
ഏഴാമത്തെ ചോദ്യം, യഥാർത്ഥവാദകങ്ങൾ ആദർശ സ്വഭാവം കാണിക്കുന്നത് ഏതെല്ലാം സാഹചര്യങ്ങളിലാണ്? യഥാർത്ഥവാദകങ്ങൾ ആദർശ സ്വഭാവം കാണിക്കുന്നത് ഏതെല്ലാം സാഹചര്യങ്ങളിലാണ്? ആൻസർ വരുന്നത് താഴ്ന്ന മർദ്ദം ഉയർന്ന താപനില. ഓപ്ഷൻ ബി ആണ്. താഴ്ന്ന മർദ്ദം ഉയർന്ന താപനിലയാണ് ആൻസറായിട്ട് വരുന്നത്. എട്ടാമത്തെ ചോദ്യം, ഒരു ലായനിയുടെ pH മൂല്യം 3 ആണെങ്കിൽ അതിൻ്റെ ഹൈഡ്രോണിയം അയോൺ ഗാഢത എത്രയായിരിക്കും? ഒരു ലായനിയുടെ pH മൂല്യം 3 ആണെങ്കിൽ അതിൻ്റെ ഹൈഡ്രോണിയം അയോൺ ഗാഢത എത്രയായിരിക്കും എന്നുള്ളത് ആൻസർ വരുന്നത് 1.0 × 10⁻³ -3m. 1.0 × 10⁻³ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഒൻപതാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന ജോഡികളിൽ സമ ഇലക്ട്രോണിക വർഗ്ഗങ്ങൾ ആയത് ഏതൊക്കെയാണ്? അതിൽ ശരിയായിട്ടുള്ളത് 2ഉം 3ഉം ആയിട്ടുള്ള പ്രസ്താവനകൾ. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. ഇത് രണ്ടുമാണ് സമ ഇലക്ട്രോണിക വർഗ്ഗങ്ങളായത്. സമ ഇലക്ട്രോണിക വർഗ്ഗങ്ങൾ Na+F- O2- Mg2+ ആണ് ആൻസറായിട്ട് വരുന്നത്. പത്താമത്തെ ചോദ്യം, പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2025 ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്ന 2005 എന്നാണ്, തെറ്റാണ്. 2025 പ്രഖ്യാപിച്ച ഏത് മിഷനാണ് ഇന്ത്യയുടെ അയൺ ഡ്രോൺ പോലുള്ള പ്രതിരോധ സംവിധാനമായി വിശേഷിപ്പിക്കപ്പെടുന്നത്? ഓപ്ഷനിലുള്ളത് ഓപ്ഷൻ എ മിഷൻ വജ്ര, ഓപ്ഷൻ ബി മിഷൻ ചക്ര, ഓപ്ഷൻ സി മിഷൻ സുദർശൻ ചക്ര, ഓപ്ഷൻ ഡി മിഷൻ ത്രിശൂൽ. അതിൽ ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത് 2025 വർഷത്തിൽ തിരുത്തിയാൽ ആൻസർ ഓപ്ഷൻ സി ആണ്, മിഷൻ സുദർശൻ ചക്ര. ഓപ്ഷൻ സി മിഷൻ സുദർശൻ ചക്രയാണ് ആൻസർ. ഇനി 11ാമത്തെ ചോദ്യം, മാലിന്യമുക്ത കേരളത്തിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. എ സ്നേഹാരാമം പദ്ധതി, ബി നവജീവൻ പദ്ധതി, സി സമാശ്വാസം പദ്ധതി, ഡി സമന്വയ പദ്ധതി. ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, സ്നേഹാരാമം പദ്ധതി. സ്നേഹാരാമം പദ്ധതിയാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണ്. ഇത് NSSുമായിട്ട് ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. നാഷണൽ സർവീസ് സ്കീമുമായി ചേർന്നാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. 12ാമത്തെ ചോദ്യം, താഴെ സൂചിപ്പിച്ചിരിക്കുന്നതിൽ ഏത് ഹോർമോണാണ് സ്ത്രീ ശരീരത്തിൽ ഗർഭകാലത്ത് മാത്രം ഉൽപ്പാദിപ്പിക്കുന്നത്? അതിൽ തന്നിട്ടുള്ള ഓപ്ഷൻ എ തൈറോക്സിൻ, ഓപ്ഷൻ ബി ഹ്യൂമൻ കോറിയോണിക് ഗുണാഡോട്രോപ്പിൻ, ഓപ്ഷൻ സി ഈസ്ട്രജൻ, ഓപ്ഷൻ ഡി പ്രൊജസ്ട്രോൺ. ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഹ്യൂമൻ കോറിയോണിക് ഗുണാഡോട്രോപ്പിൻ. ഹ്യൂമൻ കോറിയോണിക് ഗുണാഡോട്രോപ്പിൻ ആണ് ശരിയായിട്ടുള്ള ഉത്തരം, ഓപ്ഷൻ ബി ആണ്. 13ാമത്തെ ചോദ്യം, ജലദോഷത്തിന് കാരണമായ രോഗകാരി ഏതാണ്? ജലദോഷത്തിന് കാരണമായ രോഗകാരി. ഓപ്ഷൻ എ റൈനോ വൈറസ്, ഓപ്ഷൻ ബി HIV വൈറസ്, ഓപ്ഷൻ സി സ്പെക്ടോകോക്കസ്, ഓപ്ഷൻ ഡി ബാക്ടീരിയോഫേജ്. അതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, റൈനോ വൈറസ്. ഓപ്ഷൻ എ റൈനോ വൈറസ്. 14ാമത്തെ ചോദ്യം, യൂറിക് ആസിഡ് ക്രിസ്റ്റലുകൾ അടിഞ്ഞുകൂടുന്നത് മൂലമുണ്ടാകുന്ന സന്ധി വീക്കം താഴെ സൂചിപ്പിച്ചിരിക്കുന്നതിൽ ഏതാണ്? ഓപ്ഷൻ എ ആർത്രൈറ്റിസ്, ഓപ്ഷൻ ബി ഗൗട്ട്, ഓപ്ഷൻ സി ടെറ്റനി, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഗൗട്ട്. ഓപ്ഷൻ ബി ഗൗട്ട്. 15ാമത്തെ ചോദ്യം, മലേറിയ രോഗം പരത്തുന്ന കൊതുക് ഏത് വിഭാഗത്തിൽ പെടുന്നു? അതിൽ തന്നിട്ടുള്ള ഓപ്ഷൻ എ ഫീമെയിൽ അനോഫിലസ് കൊതുക്, ഓപ്ഷൻ ബി ഈഡിസ് കൊതുക്, ഓപ്ഷൻ സി ഫീമെയിൽ ക്യൂലക്സ് കൊതുക്, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, ഫീമെയിൽ അനോഫിലസ് കൊതുക്. ഫീമെയിൽ അനോഫിലസ് കൊതുക്. 16ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം ഏതാണ്? തന്നിട്ടുള്ള ഓപ്ഷൻ എ വ്യാപാരവും വാണിജ്യവും, ഓപ്ഷൻ ബി പൊതുജനാരോഗ്യം, ഓപ്ഷൻ സി കൃഷി, ഓപ്ഷൻ ഡി ട്രേഡ് യൂണിയനുകൾ. അതിൽ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ട്രേഡ് യൂണിയനുകൾ. കൺകറന്റ് ലിസ്റ്റിൽ പെട്ട വിഷയമാണ് ട്രേഡ് യൂണിയൻ. 17ാമത്തെ ചോദ്യം, അമേരിക്കയിലെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം ഏത്? തന്നിട്ടുള്ള ഓപ്ഷൻ എ കുതിര, ഓപ്ഷൻ ബി കഴുത, ഓപ്ഷൻ സി ആന, ഓപ്ഷൻ ഡി സീബ്ര. റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നമാണ് ഓപ്ഷൻ സി ആന. റിപ്പബ്ലിക്കൻ പാർട്ടി ഓപ്ഷൻ സി ആന. 18ാമത്തെ ചോദ്യം, 2018 പ്രളയത്തിൽ പൂർണ്ണമായോ ഭാഗികമായോ വീട് തകർന്നവരിൽ ഉൾപ്പെട്ട കിടപ്പ് രോഗികൾക്കും ഭിന്നശേഷിക്കാർക്കും അധിക ധനസഹായം നൽകുന്നതിന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നടപ്പിലാക്കിയ പദ്ധതിയാണ് ഓപ്ഷൻ എ ആശ്വാസകിരണം പദ്ധതി, ഓപ്ഷൻ ബി പ്രത്യുത്ഥാനം പദ്ധതി, ഓപ്ഷൻ സി സഹജീവനം പദ്ധതി, ഓപ്ഷൻ ഡി മിത്രം പദ്ധതി. അതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, സഹജീവനം പദ്ധതി. ഓപ്ഷൻ സി സഹജീവനം പദ്ധതി. 19ാമത്തെ ചോദ്യം, സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ സല്ലാപം മന്ദഹാസം പദ്ധതികൾ സമൂഹത്തിലെ ഏത് വിഭാഗത്തെയാണ് ഉൾക്കൊള്ളുന്നത്?
ഓപ്ഷൻ എ ഭിന്നശേഷി വിഭാഗം, ഓപ്ഷൻ ബി യുവജനങ്ങൾ, ഓപ്ഷൻ സി വയോജനങ്ങൾ, ഓപ്ഷൻ ഡി വിദ്യാർത്ഥികൾ. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, വയോജനങ്ങൾ. മന്ദഹാസം, സല്ലാപം എന്നീ പദ്ധതികൾ വയോജനങ്ങളെ ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണ്. 20ാമത്തെ ചോദ്യം, 15 മുതൽ 35 വയസ്സ് വരെയുള്ള യുവജനങ്ങൾക്ക് സാംസ്കാരിക കലാകായിക മത്സരങ്ങളിൽ കഴിവ് തെളിയിക്കുന്നതിന് വേണ്ടി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏത്? അതിലുള്ള ഓപ്ഷൻസ്: ഓപ്ഷൻ എ യുവശക്തി, ഓപ്ഷൻ ബി കേരളീയം, ഓപ്ഷൻ സി സ്പ്ലാഷ് പദ്ധതി, ഓപ്ഷൻ ഡി യുവജന കമ്മീഷൻ. അതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, കേരളീയം. ഓപ്ഷൻ ബി കേരളീയം. 21ാമത്തെ ചോദ്യം, വിഖ്യാത ചിത്രകാരൻ രാജാ രവിവർമ്മയുടെ പുത്രനായ എം രാമവർമ്മ രാജ ആദ്യ ചെയർമാനായ അക്കാദമി ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ കേരള ലളിതകലാ അക്കാദമി, ഓപ്ഷൻ ബി കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി, ഓപ്ഷൻ സി കേരള സാഹിത്യ അക്കാദമി, ഓപ്ഷൻ ഡി കേരള സംഗീത നാടക അക്കാദമി. അതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ലളിതകലാ അക്കാദമി. കേരള ലളിതകലാ അക്കാദമി. 22ാമത്തെ ചോദ്യം, ഇന്ത്യ ആദ്യ വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയപ്പോൾ ടീം ക്യാപ്റ്റൻ ആരായിരുന്നു? ഓപ്ഷൻ എ ഷെഫാലി വർമ്മ, ഓപ്ഷൻ ബി സ്മൃതി മന്ദാന, ഓപ്ഷൻ സി ഹർമൻ പ്രീത് കൗർ, ഓപ്ഷൻ ഡി ദീപ്തി ശർമ്മ. ഇതിൽ ഉത്തരം വരുന്നത് ഹർമൻ പ്രീത് കൗർ ആണ്. ഓപ്ഷൻ സി. 23ാമത്തെ ചോദ്യം, കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ കരസ്ഥമാക്കിയ മനുഷ്യന് ഒരു ആമുഖം എന്ന കൃതിയുടെ രചയിതാവ് ആര്? ഓപ്ഷൻ എ എസ് ഹരീഷ്, ഓപ്ഷൻ ബി ടി ഡി രാമകൃഷ്ണൻ, ഓപ്ഷൻ സി ഫ്രാൻസിസ് നെറോണ, ഓപ്ഷൻ ഡി സുഭാഷ് ചന്ദ്രൻ. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, സുഭാഷ് ചന്ദ്രൻ. 24ാമത്തെ ചോദ്യം, ക്ഷേത്ര സംസ്കാരത്തിൻ്റെ ഭാഗമായി AD 6ാം ശതകം മുതൽ കേരളത്തിൽ നിലനിന്നിരുന്ന ദേവദാസി സമ്പ്രദായത്തിൽ നിന്ന് ഉത്ഭവിച്ചതെന്ന് കരുതപ്പെടുന്ന കലാരൂപം ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ മുടിയേറ്റ്, ഓപ്ഷൻ ബി സർപ്പംതുള്ളൽ, ഓപ്ഷൻ സി മോഹിനിയാട്ടം, ഓപ്ഷൻ ഡി കാക്കാരിശി നാടകം. അതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, മോഹിനിയാട്ടം. മോഹിനിയാട്ടമാണ് അതിൽ ഉത്തരവായിട്ടുള്ളത്. 25ാമത്തെ ചോദ്യം, ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് മാതൃഭാഷാ പഠനത്തിന് അവസരം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സംരംഭം ഏതാണ്? ഓപ്ഷൻ എ സാക്ഷരതാ മിഷൻ, ഓപ്ഷൻ ബി മലയാളം മിഷൻ, ഓപ്ഷൻ സി സ്കോൾ കേരള, ഓപ്ഷൻ ഡി കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്. അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി മലയാളം മിഷൻ. 26ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യ സ്കിൻ ബാങ്ക് എവിടെ ആരംഭിച്ചു? ഓപ്ഷൻ എ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആലപ്പുഴ, ഓപ്ഷൻ ബി ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം, ഓപ്ഷൻ സി ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോഴിക്കോട്, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം. 27ാമത്തെ ചോദ്യം, ടോയ്ലറ്റുകളിൽ നിന്ന് ഉത്ഭവിക്കുന്നതും മനുഷ്യ മാലിന്യങ്ങൾ അടങ്ങിയതുമായ മലിനജലമാണ്. ഓപ്ഷൻ എ ഗ്രേ വാട്ടർ, ഓപ്ഷൻ ബി റെഡ് വാട്ടർ, ഓപ്ഷൻ സി ബ്ലാക്ക് വാട്ടർ, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. അതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, ബ്ലാക്ക് വാട്ടർ. ഓപ്ഷൻ ബി സി ബ്ലാക്ക് വാട്ടർ. ഓപ്ഷൻ സി ബ്ലാക്ക് വാട്ടർ. 28ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ നീളത്തിൻ്റെ യൂണിറ്റുകൾ ഏതെല്ലാമാണ്? അതിൽ തന്നിട്ടുള്ളത് പ്രകാശവർഷം, റേഡിയൻ, പാർസെക്, ന്യൂട്ടൺ മീറ്റർ. അതിൽ ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത് പ്രകാശവർഷം, പാർസെക്. രണ്ടെണ്ണമാണ് ശരിയായിട്ടുള്ളതുള്ളത്. അത് വരുന്നത് ഓപ്ഷൻ ബി ആണ്, 1, 3. പ്രകാശവർഷം, പാർസെക്. ഓപ്ഷൻ ബി. 29ാമത്തെ ചോദ്യം, ക്രിക്കറ്റ് കളിയിൽ ഒരു ബാറ്റ്സ്മാൻ പന്ത് തറനിരപ്പിൽ നിന്നും 45 ഡിഗ്രി കോണളവിൽ അടിച്ചാലാണ് സിക്സർ ലഭിക്കാൻ ഏറ്റവും സാധ്യത. ഇതിന് പിന്നിലെ ശാസ്ത്രീയ കാരണം ഏറ്റവും ഉചിതമായി വിശദീകരിക്കുന്നത്. അതിലുള്ള ഓപ്ഷൻസ് ആണ്. ഓപ്ഷൻ എ 45 ഡിഗ്രി കോണളവിൽ പന്തടിക്കുമ്പോൾ പന്തിൻ്റെ തിരശ്ചീന വേഗ ഘടകം പരമാവധി ആയതിനാൽ. ഓപ്ഷൻ ബി 45 ഡിഗ്രി കോണളവിൽ പന്തടിക്കുമ്പോൾ പന്തിൻ്റെ ലംബ വേഗ ഘടകം പരമാവധി ആയതിനാൽ. ഓപ്ഷൻ സി 45 ഡിഗ്രി കോണളവിൽ പന്തടിക്കുമ്പോൾ പന്തിൻ്റെ ലംബ ഘടകവും തിരശ്ചീന ഘടകവും തുല്യമായതിനാൽ. ഓപ്ഷൻ ഡി 45 ഡിഗ്രി കോണളവിൽ പന്തടിക്കുമ്പോൾ വായു പ്രതിരോധം പൂർണ്ണമായും ഇല്ലാതാകുന്നതിനാൽ. അതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 45 ഡിഗ്രി കോണളവിൽ പന്തടിക്കുമ്പോൾ പന്തിൻ്റെ ലംബ വേഗ ഘടകം തിരശ്ചീന വേഗ ഘടകവും തുല്യമായിരുന്നതിനാൽ. 45 ഡിഗ്രി കോണളവിൽ പന്തടിക്കുമ്പോൾ പന്തിൻ്റെ ലംബ വേഗ ഘടകവും തിരശ്ചീന വേഗ ഘടകവും തുല്യമായതിനാൽ. അതാണ് ആൻസറായിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ്. 30ാമത്തെ ചോദ്യം,
ജലലഭ്യത വളരെ കുറഞ്ഞ പ്രദേശങ്ങളിൽ ജലസംരക്ഷണം പരമാവധി ഉറപ്പാക്കിക്കൊണ്ട് ചെടികൾക്ക് കൃത്യമായ അളവിൽ വെള്ളം ലഭ്യമാക്കാൻ സഹായിക്കുന്ന ജലസേചന രീതിയാണ് തിരിനന. തിരിനനയിൽ താഴെ പറയുന്ന ഏത് ഭൗതിക പ്രതിഭാസമാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? അതിൻ്റെ ഓപ്ഷൻസ് ആണ്: ഓപ്ഷൻ എ വിസ്കോസിറ്റി, ഓപ്ഷൻ ബി പ്ലവനതത്വം, ഓപ്ഷൻ സി ധാരാരേഖീയ പ്രവാഹം, ഓപ്ഷൻ ഡി കേശികത്വം. അതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, കേശികത്വം. 31ാമത്തെ ചോദ്യം: ഇന്ത്യയുടെ 2025 സ്വാതന്ത്ര്യ ദിനാഘോഷവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് ഏത്? തന്നിട്ടുള്ളതാണ്. 78ാമത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷമായിരുന്നു, 80ാമത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷമായിരുന്നു, 3ാമത്തേത് വിശിഷ്ടാതിഥികളായി മറ്റ് രാജ്യത്തലവന്മാർ ഉണ്ടായിരുന്നില്ല, 4ാമത്തേത് 79ാം സ്വാതന്ത്ര്യ ദിനാഘോഷം ആയിരുന്നു. അതിൽ ശരിയായിട്ടുള്ളത് 3ഉം 4ഉമാണ്. അതായത് വിശിഷ്ടാതിഥികളായി മറ്റ് രാജ്യത്തലവന്മാർ ഉണ്ടായിരുന്നില്ല, 79ാമത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷമായിരുന്നു. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 3ഉം 4ഉം. വിശിഷ്ടാതിഥികളായി മറ്റ് രാജ്യത്തലവന്മാർ ഉണ്ടായിരുന്നില്ല, 79ാമത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷമായിരുന്നു എന്നുള്ളതാണ് ആൻസർ വരുന്നത്. 32ാമത്തെ ചോദ്യം: ഗ്രാവിറ്റി അനോമലിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. 1ാമത്തെ പ്രസ്താവന: വസ്തുക്കളുടെ പിണ്ഡത്തിലുള്ള വ്യത്യാസം ഗ്രാവിറ്റി അനോമലിക്ക് കാരണമാണ്. 2ാമത്തേത്: ശിലാവസ്തുക്കളുടെ ഘടനാ വ്യത്യാസം ഗ്രാവിറ്റി അനോമലിക്ക് കാരണമാണ്. 3ാമത്തേത്: ഭൗമകേന്ദ്രത്തിൽ നിന്നുള്ള അകലം ഗ്രാവിറ്റി അനോമലിക്ക് കാരണമാണ്. തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ 1ഉം 2ഉം ശരിയാണ്, 3ആണ് തെറ്റായ പ്രസ്താവന. ഓപ്ഷൻ സി ആണ് ആൻസർ. അതായത് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ വായിക്കാം. വസ്തുക്കളുടെ പിണ്ഡത്തിലുള്ള വ്യത്യാസം ഗ്രാവിറ്റി അനോമലിക്ക് കാരണമാണ്, അത് ശരിയാണ്. ശിലാവസ്തുക്കളുടെ ഘടനാ വ്യത്യാസം ഗ്രാവിറ്റി അനോമലിക്ക് കാരണമാണ്, അതും ശരിയാണ്. തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഭൗമകേന്ദ്രത്തിൽ നിന്നുള്ള അകലം ഗ്രാവിറ്റി അനോമലിക്ക് കാരണമാണ് തെറ്റായ പ്രസ്താവന. അതാണ് അതിൽ ആൻസറായിട്ട് വരുന്നത്. ഓപ്ഷൻ സി 3 മാത്രം. 33ാമത്തെ ചോദ്യം: ഇന്ത്യയുടെ ഉത്തര പർവ്വത മേഖലയിൽ കാണപ്പെടുന്ന ലവണജല തടാകം ഏതാണ്? ഓപ്ഷൻ എ വൂളാർ തടാകം, ഓപ്ഷൻ ബി രാകാസ് തടാകം, ഓപ്ഷൻ സി പാങ്കോങ്സോ തടാകം, ഓപ്ഷൻ ഡി ദാൽ തടാകം. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, പാംഗോങ്സോ തടാകം. പാംഗോങ്സോ തടാകം ലഡാക്കിലാണ്, അതാണ് ആൻസറായിട്ട് വരുന്നത്. ഓപ്ഷൻ സി. ഓപ്ഷൻ സി പാംഗോങ്സോ തടാകം, അത് ലഡാക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. 34ാമത്തെ ചോദ്യം: സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന പട്ടണം. ഓപ്ഷൻ എ ഡാർജിലിംഗ്, ഓപ്ഷൻ ബി ഡെറാഡൂൺ, ഓപ്ഷൻ സി സിംല, ഓപ്ഷൻ ഡി മുസൂറി. അതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഡെറാഡൂൺ. സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡെറാഡൂൺ, ഓപ്ഷൻ ബി. 35ാമത്തെ ചോദ്യം: ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെ വേർതിരിക്കുന്ന കടൽ ചാനൽ ഏതാണ്? ഓപ്ഷൻ എ 11 ഡിഗ്രി ചാനൽ, ഓപ്ഷൻ ബി 10 ഡിഗ്രി ചാനൽ, ഓപ്ഷൻ സി 9 ഡിഗ്രി ചാനൽ, ഓപ്ഷൻ ഡി 8 ഡിഗ്രി ചാനൽ. അതിൽ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി ആണ്, 10 ഡിഗ്രി ചാനൽ. 36ാമത്തെ ചോദ്യം: അവിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്ത പ്രസ്താവന ഏത്? 1ാമത്തെ പ്രസ്താവന: അവിശ്വാസ പ്രമേയം പാസ്സായാൽ പകരം മന്ത്രിസഭ നിലവിൽ വരുന്നത് വരെ നിലവിലെ മന്ത്രിസഭ തുടരുന്നു. ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്, അത് തെറ്റാണ്. അവിശ്വാസ പ്രമേയം പാസ്സായാൽ പകരം മന്ത്രിസഭ നിലവിൽ വരുന്നത് വരെ നിലവിലെ മന്ത്രിസഭ തുടരുന്നു എന്നുള്ളത് തെറ്റാണ്. 2ാമത്തെ പ്രസ്താവന: അവിശ്വാസ പ്രമേയത്തിന് സ്പീക്കറുടെ അനുമതി ആവശ്യമാണ്, അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അവിശ്വാസ പ്രമേയത്തിന് സ്പീക്കറുടെ അനുമതി ആവശ്യമാണ്, അത് ശരിയാണ്. 3ാമത്തെ പ്രസ്താവന: 2 അവിശ്വാസ പ്രമേയങ്ങൾ തമ്മിലുള്ള കാലയളവ് 3 മാസമായിരിക്കും, അതും തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. ഇതിലെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ശരിയല്ലാത്ത പ്രസ്താവനയാണ്, അതുകൊണ്ട് ഇതിൻ്റെ ആൻസർ വരുന്നത് 1ഉം 3ഉം മാത്രം. അവിശ്വാസ പ്രമേയം പാസ്സായാൽ പകരം മന്ത്രിസഭ നിലവിൽ വരുന്നത് വരെ നിലവിലെ മന്ത്രിസഭ തുടരുന്നു എന്നുള്ളത് തെറ്റാണ്. അതുപോലെ 2 അവിശ്വാസ പ്രമേയങ്ങൾ തമ്മിലുള്ള കാലയളവ് 3 മാസമായിരിക്കും, അതും തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. ആൻസർ ഓപ്ഷൻ സി 1ഉം 3ഉം മാത്രം. 37ാമത്തെ ചോദ്യം: മൗലിക അവകാശങ്ങളുടെ സവിശേഷതകളിൽ ശരിയായവ ഏതെല്ലാം? 1ാമത്തെ പ്രസ്താവന: ഭരണകൂടത്തിന്റെ അധികാരത്തെ നിയന്ത്രിക്കുന്നു, ശരിയാണ്. 2ാമത്തെ പ്രസ്താവന: കോടതി മുഖേന സ്ഥാപിച്ചു കിട്ടുന്നു, ശരിയാണ്. മൗലിക അവകാശങ്ങളിൽ ചിലത് ഇന്ത്യയിലെ വിദേശ പൗരന്മാർക്കും ലഭ്യമായ അവകാശങ്ങളാണ്, ശരിയാണ്. ഈ 3 പ്രസ്താവനകളും ശരിയാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, മുകളിൽ പറഞ്ഞവ എല്ലാം, ഓപ്ഷൻ ഡി. 38ാമത്തെ ചോദ്യം: സംസ്ഥാന ഭരണകൂടത്തെ രാഷ്ട്രപതി പിരിച്ചുവിടുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? സംസ്ഥാന ഭരണകൂടത്തെ രാഷ്ട്രപതി പിരിച്ചുവിടുന്നത് ഭരണഘടനയുടെ ഏത് വകുപ്പ് പ്രകാരമാണ്? ഓപ്ഷൻ എ 356, ഓപ്ഷൻ ബി 346, ഓപ്ഷൻ സി 324, ഓപ്ഷൻ ഡി 352.
ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 356 സംസ്ഥാന അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ്. 39ാമത്തെ ചോദ്യം, സ്വത്തവകാശം എന്ന നിയമപരമായ അവകാശം ഭരണഘടനയുടെ ഏത് വകുപ്പിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻ എ 299A, ഓപ്ഷൻ ബി 300A, ഓപ്ഷൻ സി 301A, ഓപ്ഷൻ ഡി 302A. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 300A. ഓപ്ഷൻ ബി 300A. 40ാമത്തെ ചോദ്യം, മൗലിക കടമകൾ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഉൾക്കൊള്ളുന്നത്? ഓപ്ഷൻ എ ഭാഗം 3, ഓപ്ഷൻ ബി ഭാഗം 4, ഓപ്ഷൻ സി ഭാഗം 4A, ഓപ്ഷൻ ഡി 3A ഭാഗം 3A. ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, ഭാഗം 4A. 41ാമത്തെ ചോദ്യം, ശിലാരൂപീകരണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഒന്നാമത്തെ പ്രസ്താവന, പ്രാദേശിക കായാന്തരീകരണത്തിൽ മാഗ്മയുടെ ചൂട് കാരണം ശിലകൾക്ക് പുനഃപരലീകരണം സംഭവിക്കുന്നു. അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. പ്രാദേശിക കായാന്തരീകരണത്തിൽ മാഗ്മയുടെ ചൂട് കാരണം ശിലകൾക്ക് പുനഃപരലീകരണം സംഭവിക്കുന്നു എന്നുള്ളത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. രണ്ടാമത്തെ പ്രസ്താവന, ബലതന്ത്ര കായാന്തരീകരണത്തിൽ ശിലകൾ പൊടിഞ്ഞ് പുനഃപരലീകരണം സംഭവിക്കുന്നത് ശരിയായിട്ടുള്ളതാണ്. ബലതന്ത്ര കായാന്തരീകരണത്തിൽ ശിലകൾ പൊടിഞ്ഞ് പുനഃപരലീകരണം സംഭവിക്കുന്നു എന്നുള്ളത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. മൂന്നാമത്തെ പ്രസ്താവന, സമ്പർക്ക കായാന്തരീകരണത്തിൽ ടെക്ടോണിക് ചലനത്താൽ ശിലകൾക്ക് പുനഃപരലീകരണം സംഭവിക്കുന്നു എന്നുള്ളതും തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. ശരിയായിട്ടുള്ളത് രണ്ടാമത്തെ പ്രസ്താവന മാത്രമേ ഉള്ളൂ. ആൻസർ ഓപ്ഷൻ ബി 2 മാത്രം. ബലതന്ത്ര കായാന്തരീകരണത്തിൽ ശിലകൾ പൊടിഞ്ഞ് പുനഃപരലീകരണം സംഭവിക്കുന്നു. ബലതന്ത്ര കായാന്തരീകരണത്തിൽ ശിലകൾ പൊടിഞ്ഞ് പുനഃപരലീകരണം സംഭവിക്കുന്നു എന്നുള്ളതാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. 42ാമത്തെ ചോദ്യം, 2025 വർഷത്തിൽ പ്രസിദ്ധപ്പെടുത്തിയ ആഗോള പട്ടിക സൂചിക അനുസരിച്ച് ഏറ്റവും ദരിദ്രമായ രാഷ്ട്രം? ഓപ്ഷൻ എ ഹെയ്ത്തി, ഓപ്ഷൻ ബി സുഡാൻ, ഓപ്ഷൻ സി പപ്വ ന്യൂഗിനിയ, ഓപ്ഷൻ ഡി സൊമാലിയ. ഇതിൽ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, സൊമാലിയ. പട്ടിണി സൂചികയിൽ ഏറ്റവും ദരിദ്രമായ രാഷ്ട്രം സൊമാലിയ. 43ാമത്തെ ചോദ്യം, ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്നതിൽ ശരിയായത് ഏത്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ശരിയാണ്. രാസവളങ്ങളും കീടനാശിനികളും ശരിയാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ദരിദ്ര കർഷകർ ധനിക കർഷകർ എന്നിങ്ങനെയുള്ള അന്തരം ഇല്ലാതായി. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട ശരിയായതാണ് ചോദിച്ചത്. 1ഉം 2ഉം ശരിയാണ്. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങളും കീടനാശിനികളും. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 1ഉം 2ഉം. ദരിദ്ര കർഷകരും ധനിക കർഷകരും തമ്മിലുള്ള അന്തരം ഇല്ലാതായി എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ദരിദ്ര കർഷകരും ധനിക കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിക്കുകയാണ് ഹരിത വിപ്ലവത്തിലൂടെ സംഭവിച്ചത്. അപ്പോൾ അത് തെറ്റായിട്ടുള്ളതാണ്. ആൻസർ ഓപ്ഷൻ ബി 1ഉം 2ഉം മാത്രം. 44ാമത്തെ ചോദ്യം, പുത്തൻ സാമ്പത്തിക പരിഷ്കാരത്തിൽ പെടാത്തത് ഏത്? ആൻസർ, ഒന്നാമത്തേത് ഉദാരവൽക്കരണം, രണ്ടാമത്തേത് വ്യവസായവൽക്കരണം, മൂന്നാമത്തേത് സ്വകാര്യവൽക്കരണം, നാലാമത്തേത് ആഗോളവൽക്കരണം. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഇവയെല്ലാം. 45ാമത്തെ ചോദ്യം, ഇന്ത്യൻ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് ഏത്? ഒന്നാമത്തേത് ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ ശില്പി PC മഹൽനോബിസ് ആണ്, ശരിയാണ്. രണ്ടാമത്തേത് സോവിയറ്റ് മാതൃകയിലുള്ള പഞ്ചവത്സര പദ്ധതികളാണ് ഇന്ത്യ സ്വീകരിച്ചത്, ശരിയാണ്. 1947 ഇന്ത്യയിൽ പ്ലാനിംഗ് ആരംഭിച്ചത്, അത് തെറ്റായിട്ടുള്ളതാണ്. അപ്പം ശരിയായിട്ടുള്ളത് 1ഉം 2ഉം മാത്രമാണ്. ആൻസർ ഓപ്ഷൻ എ ആണ്. ഇന്ത്യയിൽ പ്ലാനിങ്ങിൻ്റെ ശില്പി PC മഹൽനോബിസ് ആണ്, ശരിയാണ്. സോവിയറ്റ് മാതൃകയിലുള്ള പഞ്ചവത്സര പദ്ധതികളാണ് ഇന്ത്യ സ്വീകരിച്ചത്, അതും ശരിയാണ്. 1947 പ്ലാനിംഗ് ആരംഭിച്ചത്, തെറ്റാണ്. പ്ലാനിംഗ് കമ്മീഷൻ വരുന്നത് എന്നാണ്? 1950 മാർച്ച് 15. 46ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ കാലഗണനാക്രമം ഏത്? ഒന്നാമത്തേത് മാർത്താണ്ഡവർമ്മയുടെ സ്ഥാനാരോഹണം 1729, കുളച്ചൽ യുദ്ധം 1741, ആറ്റിങ്ങൽ കലാപം 1721, ശ്രീരംഗപട്ടണം ഉടമ്പടി 1792. അപ്പോൾ ശരിയായ കാലഗണനാക്രമം ഒന്നാമത്തേത് ആറ്റിങ്ങൽ കലാപം 1721, രണ്ടാമത്തേത് മാർത്താണ്ഡവർമ്മയുടെ സ്ഥാനാരോഹണം 1729, മൂന്നാമത്തേത് കുളച്ചൽ യുദ്ധം 1741, നാലാമത്തേത് ശ്രീരംഗപട്ടണം ഉടമ്പടി 1792. ശരിയായിട്ടുള്ള ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. 47ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. ഒന്നാമത്തേത് ആത്മവിദ്യാസംഘം വൈകുണ്ഠസ്വാമികൾ, അത് തെറ്റാണ്. ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദൻ്റെയാണ്, അപ്പോൾ അത് തെറ്റായിട്ടുള്ളതാണ്. രണ്ടാമത്തേത് അരേ സമാജം
പണ്ഡിറ്റ് കറുപ്പൻ, അത് ശരിയാണ്. പ്രത്യക്ഷരക്ഷാ ദേവസഭ കുമാരഗുരുദേവൻ, അതും ശരിയാണ്. അടുത്ത 4-മത്തേത് യോഗക്ഷേമ സഭ അയ്യങ്കാളി, അത് തെറ്റായിട്ടുള്ളതാണ്. യോഗക്ഷേമ സഭ VT ഭട്ടതിരിപ്പാടാണ്. തന്നിരിക്കുന്ന ചോദ്യം തെറ്റായ ജോഡിയാണ്. അതിന് ആൻസർ വരുന്നത് ഓപ്ഷൻ A ആണ്, 1ഉം 4ഉം. ആത്മവിദ്യാസംഘം വൈകുണ്ഠസ്വാമി എന്നുള്ള തെറ്റാണ്. ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദൻ. 4-മത്തേത് യോഗക്ഷേമ സഭ അയ്യങ്കാളി എന്നാണ് കൊടുത്തിരിക്കുന്നത്, തെറ്റാണ്. യോഗക്ഷേമ സഭ VT ഭട്ടതിരിപ്പാടാണ്. 48-മത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ 1857 കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏത്? 1-മത്തെ പ്രസ്താവന, കലാപത്തിൽ ഡൽഹിയിൽ നേതൃത്വം നൽകിയത് നാനാ സാഹിബാണ്, അത് തെറ്റാണ്. ഡൽഹിയിൽ നേതൃത്വം നൽകിയത് ബഹദൂർ ഷാ സഫറും ഫത്ത് ഖാനുമാണ്. നാനാ സാഹിബും നേതൃത്വം നൽകിയത് കാൺപൂരിലാണ്, അപ്പോൾ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. 2-മത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഒരു ദിവസം നമ്മുടെ വായിൽ അകപ്പെടാൻ പോകുന്ന ഒരു ചെറി എന്ന ഔദിനെ വിശേഷിപ്പിക്കപ്പെട്ടു, ശരിയാണ്. അങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണ്? ഡൽഹൌസിയാണ്. ഡൽഹൌസി പ്രഭുവാണ് അങ്ങനെ വിശേഷിപ്പിച്ചത്. ഒരു ദിവസം നമ്മുടെ വായിൽ അകപ്പെടാൻ പോകുന്ന ചെറി എന്ന ഔദിനെ വിശേഷിപ്പിക്കപ്പെട്ടത് ശരിയായിട്ടുള്ളതാണ്. 3-മത്തേത്, തോമസ് ജോൺസ് ബാർക്കർ 1859 വരച്ച ചിത്രമാണ് ഇൻ മെമ്മോറിയം, അത് തെറ്റായിട്ടുള്ളതാണ്. ഇൻ മെമ്മോറിയം എന്ന ചിത്രം വരച്ചത് ജോസഫ് നോയൽ പാറ്റൺ ആണ്. ജോസഫ് നോയൽ പാറ്റൺ ആണ് ഇൻ മെമ്മോറിയം എന്ന ചിത്രം വരച്ചത്, അപ്പോൾ അത് തെറ്റായിട്ടുള്ളതാണ്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്, 1857 മെയ് 10 മീററ്റിലാണ് കലാപം ആരംഭിച്ചത്, ശരിയായിട്ടുള്ളതാണ്. തന്നിരിക്കുന്നത് ശരിയായ പ്രസ്താവനകളാണ്. അപ്പം ശരിയായിട്ടുള്ളത് 2ഉം 4ഉമാണ്. ഓപ്ഷൻ B ആണ് ഉത്തരം, 2ഉം 4ഉം. അതായത് ഒരു ദിവസം നമ്മുടെ വായിൽ അകപ്പെടാൻ പോകുന്ന ചെറിയാണ് ഔദ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടു. അതുപോലെ 1857 മെയ് 10 മീററ്റിലാണ് ഈ കലാപം ആരംഭിച്ചത്, അതാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. 49-മത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ബന്ധമില്ലാത്തവ കണ്ടെത്തുക. 1-മത്തെ പ്രസ്താവന, 1922 ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി സിവിൽ നിയമലംഘന പ്രസ്ഥാനം നിർത്തലാക്കിയത്, ശരിയായിട്ടുള്ളതല്ല, അത് തെറ്റായിട്ടുള്ളതാണ്. ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി സിവിൽ നിയമലംഘന പ്രസ്ഥാനമല്ല നിർത്തലാക്കിയത്. ഏതാണ് നിർത്തലാക്കിയത്? നിസ്സഹകരണ പ്രസ്ഥാനമാണ് നിർത്തലാക്കി വെച്ചത്. അതുകൊണ്ട് ആ പ്രസ്താവന തെറ്റാണ്. 2-മത്തെ പ്രസ്താവന, ക്രിപ്സ് ദൗത്യത്തിൻ്റെ പരാജയത്തെ തുടർന്ന് ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ചു, ശരിയാണ്. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം 1942, ശരിയാണ്. 3-മത്തെ പ്രസ്താവന, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 1929 ലാഹോർ സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റു പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു, ശരിയാണ്. 1930 മാർച്ച് 12 ഗാന്ധിജിയും അനുയായികളും ദണ്ഡി യാത്ര ആരംഭിച്ചു, അതും ശരിയായിട്ടുള്ളതാണ്. അതിൽ ചോദിച്ചിരിക്കുന്നത് ബന്ധമില്ലാത്തതാണ്. ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ C ആണ്, 1 മാത്രം. ഓപ്ഷൻ C 1 മാത്രം. 1922 ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി സിവിൽ നിയമലംഘന പ്രസ്ഥാനം നിർത്തലാക്കി എന്നുള്ളത് തെറ്റാണ്. ഗാന്ധിജി നിർത്തലാക്കിയത് നിസ്സഹകരണ പ്രസ്ഥാനമാണ്. 50-മത്തെ ചോദ്യം, ചുവടെ തന്നിട്ടുള്ളതിൽ നിന്ന് ശരിയായ ജോഡി കണ്ടെത്തുക. 1-മത്തെ ജോഡി, ലൈഫ് വീക്കിലി സാവോ താവോ ഫെൻ, സാവോ താവോ ഫെൻ. 2-മത്തേത് ലോങ് മാർച്ച് സൺയാട്സൺ. 3-മത്തേത് എനിക്ക് ശേഷം പ്രളയം ലൂയി 15. 4-മത്തേത് സോഷ്യൽ കോൺട്രാക്റ്റ് വോൾട്ടയർ. അതിൽ ശരിയായിട്ടുള്ള ഓപ്ഷൻ D ആണ്, 1ഉം 3ഉം മാത്രം. 1ഉം 3ഉം മാത്രം. അതായത് ലൈഫ് വീക്കിലി സാവോ താവോ ഫെൻ, എനിക്ക് ശേഷം പ്രളയം ലൂയി 15. അത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. 2-മത്തെ ലോങ് മാർച്ച് അത് സൺയാട്സൺ അല്ല, മാവോസേ തുങ്ങാണ്. 4-മത്തേത് സോഷ്യൽ കോൺട്രാക്റ്റ്, അത് വോൾട്ടയർ അല്ല, റൂസോൻ്റെതാണ്. അപ്പം ശരിയായിട്ടുള്ളത് 1ഉം 3ഉം. ലൈഫ് വീക്കിലി സാവോ താവോ ഫെൻ, എനിക്ക് ശേഷം പ്രളയം ലൂയി 15. ഇനിയുള്ളത് കണക്ക് ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളാണ്. ആദ്യത്തെ ചോദ്യം ഇവിടെ എഴുതിയിട്ടിട്ടുണ്ട്. A 512, E 216, M 8. അതിൽ വരുന്നത് I 64. A കഴിഞ്ഞ് 3 അക്ഷരം കഴിഞ്ഞ് E, അത് കഴിഞ്ഞ് 3 അക്ഷരം കഴിഞ്ഞ് വരുന്നത് I, അത് കഴിഞ്ഞ് 3 അക്ഷരം വരുന്നത് M. അപ്പോൾ വരുന്നത് I 64 ആൻസറായിട്ട് വരുന്നത്. 52-മത്തെ ചോദ്യം, 3/9/2017 മുതൽ 5 വർഷവും 5 മാസവും 5 ദിവസവും പൂർത്തിയാകുന്ന തീയതി. അത് വരുന്നത് ആൻസർ വരുന്നത് ഓപ്ഷൻ D ആണ്, 5/3/2023. അതായത് 2023 മാർച്ച് 5, അതാണ് ആൻസറായിട്ട് വരുന്നത്. ഓപ്ഷൻ D ആണ്. 53-മത്തെ ചോദ്യം അതിവിടെ വരച്ചിട്ടുണ്ട്. ഒരു വാസ്തുശില്പ ഘടന നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ കാണിച്ചിരിക്കുന്നത് പോലെ 0.5 സെൻറ്റിമീറ്റർ, 1 സെൻറ്റിമീറ്റർ, 1.5 സെൻറ്റിമീറ്റർ, 2 സെൻറ്റിമീറ്റർ എന്നിങ്ങനെ ആരമുള്ള എയിൽ നിന്ന് ആരംഭിച്ച് എയിലും ബിയിലും മാറി മാറി കേന്ദ്രങ്ങളുള്ള തുടർച്ചയായ അർദ്ധവൃത്തങ്ങളാൽ നിർമ്മിതമാണ്. 13 അർദ്ധവൃത്തങ്ങൾ ചേർന്ന അത്തരം ഒരു വാസ്തുശില്പ ഘടനയുടെ ആകെ നീളം എത്ര? ഇവിടെ പൈയുടെ വില തന്നിട്ടുണ്ട്. പൈ =
22/7 തന്നിരിക്കുന്നത്. അതിൻ്റെ ആൻസർ വരുന്നത് 143 സെൻറ്റിമീറ്റർ ആണ്. ഓപ്ഷൻ എ ആണ് 143 സെൻറ്റിമീറ്റർ. 54-ാമത്തെ ചോദ്യം, R = 18, റാറ്റ് RAT റാറ്റ് 39, ക്യാപ്പ് CAP ക്യാപ്പ് 20. CAP ക്യാപ്പ് എത്ര എന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസർ വരുന്നത് 20. ഓപ്ഷൻ സി ആണ് 20. R = 18, റാറ്റ് RAT റാറ്റ് 39 എന്നാൽ CAP ക്യാപ്പ് എത്ര എന്നാണ് ആൻസർ വരുന്നത് 20. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓപ്ഷൻ സി 20. 55-ാമത്തെ ചോദ്യം, ഒരു വാച്ചിൻ്റെ മിനിറ്റ് സൂചി 1.5 സെൻറ്റിമീറ്റർ നീളമുള്ളതാണ്. 30 മിനിറ്റിൽ അതിൻ്റെ അഗ്രം സഞ്ചരിച്ച ദൂരം കണക്കാക്കുക. അവിടെ പൈയുടെ വില തന്നിട്ടുള്ളത് 3.14 ആണ്. അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് 4.71 സെൻറ്റിമീറ്റർ. ഓപ്ഷൻ ബി 4.71 സെൻറ്റിമീറ്റർ. 56-ാമത്തെ ചോദ്യം, അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 5 ഇരട്ടിയാണ്. 4 വർഷം മുമ്പ് അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 9 ഇരട്ടിയായിരുന്നു. അവരുടെ ഇപ്പോഴത്തെ പ്രായം എത്ര? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് 48. അവരുടെ വയസ്സുകളാണ് 40ഉം 8ഉം ആണ് അവരുടെ വയസ്സുകൾ. 57-ാമത്തെ ചോദ്യം, 15.625-ൻ്റെ ക്യൂബ് റൂട്ട് എത്രയാണെന്നുള്ളതാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് 5/2. ഓപ്ഷൻ ഡി 5/2. 58-ാമത്തെ ചോദ്യം ഇവിടെ എഴുതിയിട്ടുണ്ട്. x⁻a - a-1 (a/a-1) അതിൻ്റെ ആൻസർ വരുന്നത് എക്സ് എന്നാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് എക്സ്. ഓപ്ഷൻ എ എക്സ്. 59-ാമത്തെ ചോദ്യം, ആമി ഒരു വർഷത്തിൽ 3 പരീക്ഷകൾ എഴുതി. ആദ്യ പരീക്ഷയേക്കാൾ യഥാക്രമം 10ഉം 11ഉം മാർക്ക് കൂടുതലാണ് 2ഉം 3ഉം പരീക്ഷകളിൽ ആമി നേടിയത്. ആമിയുടെ ശരാശരി മാർക്ക് കുറഞ്ഞത് 75 ആണെങ്കിൽ ആദ്യ പരീക്ഷയ്ക്ക് ആമിക്ക് ലഭിക്കേണ്ട കുറഞ്ഞ മാർക്ക് എത്രയാണെന്നുള്ളതാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് 68. 60-ാമത്തെ ചോദ്യം, ഒരു ചതുരത്തിൻ്റെ വിസ്തീർണം 100 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. അതിൻ്റെ ഡയഗണലിൽ വരച്ചിരിക്കുന്ന വൃത്തത്തിൻ്റെ വിസ്തീർണം എത്രയാണ്? അതിൽ ക്വസ്റ്റ്യനിലെ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. അതുകൊണ്ട് ഇതിൽ ആൻസർ വരുന്നത് ഇവയൊന്നുമല്ല. ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല എന്നുള്ളതാണ്. ഇനി 61-ാമത്തെ ചോദ്യം ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ്. 61 തൊട്ട് 70 വരെയുള്ളത്. 61-ാമത്തെ ചോദ്യം, യു ഡാഷ് അണ്ടർസ്റ്റുഡ് ഇറ്റ് ബെറ്റർ ഇഫ് യു ഹാഡ് ലിസൺ കെയർഫുള്ളി. അതിൽ ഉത്തരം വരുന്നത് വുഡ് ഹാവ് അണ്ടർസ്റ്റുഡ്. യു വുഡ് ഹാവ് അണ്ടർസ്റ്റുഡ് ഇറ്റ് ബെറ്റർ ഇഫ് യു ഹാഡ് ലിസൺഡ് കെയർഫുള്ളി. ഇവിടെ ഹാഡ് ലിസൺഡ് വന്നതുകൊണ്ടാണ് ഇപ്പുറത്ത് വുഡ് ഹാവ് അണ്ടർസ്റ്റുഡ് വന്നത്. സാറ് പറയുന്ന ഇഫ് യു ഇൻവൈറ്റ് ഐ വിൽ കം, അതിൽ 3-ാമത്തെ വരി ഇഫ് യു ഹാഡ് ഇൻവൈറ്റഡ് ഐ വുഡ് ഹാവ് കം എന്നുള്ള രീതിയിലാണ് ഇത് വന്നിരിക്കുന്നത്. 62-ാമത്തെ ചോദ്യം, ഹി ബോട്ട് ഡാഷ് ടോയ് ഫോർ ഹിസ് സൺ. ആൻ UFO ടോയ് ആണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് ആൻ UFO. ഓപ്ഷൻ ഡി ആൻ UFO. 63-ാമത്തെ ചോദ്യം, ദ ടീച്ചർ മെയ്ഡ് ദം റൈറ്റ് ആൻ എസ്സേ ക്യാൻ ബി റിഫ്രെയിംഡ് ആസ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. They were made to write an essay. They were made to write an essay. 64-ാമത്തെ ചോദ്യം, between you and dash this plan might fail. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് me. Between you and me. 65-ാമത്തെ ചോദ്യം, the bikers had a moonlit dash by the riverside. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് റെൻറ്റ്യൂസ്. റെൻറ്റ്യൂസ് എന്ന് പറഞ്ഞാൽ മീറ്റിംഗ് പ്ലേസ് ആണ്. ആൻസർ വരുന്നത് റെൻറ്റ്യൂസ്. ഓപ്ഷൻ ഡി റെൻറ്റ്യൂസ്, മീറ്റിംഗ് പ്ലേസ്. 66-ാമത്തെ ചോദ്യം, ദ ഡിസൈനർ ഡ്രസ് കോസ്റ്റ് ഹെർ ആൻ ആം ആൻഡ് എ ലെഗ് മീൻസ്. ഇവിടെ ആം ആൻഡ് എ ലെഗ് അതിൻ്റെ മീനിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ദ ഡ്രസ് ഈസ് എക്സ്ട്രീംലി കോസ്റ്റ്ലി. ദ ഡ്രസ് ഈസ് എക്സ്ട്രീംലി കോസ്റ്റ്ലി. 67-ാമത്തെ ചോദ്യം, ഹി ഡാഷ് ദ ഡോക്യുമെന്റ്സ് ബിഫോർ സൈനിങ്. ആൻസർ ഓപ്ഷൻ എ ആണ് ലുക്ഡ് ഓവർ. ഹി ലുക്ഡ് ഓവർ ദ ഡോക്യുമെന്റ്സ് ബിഫോർ സൈനിങ്. ലുക്ഡ് ഓവർ മീൻസ് എക്സാമിൻ കെയർഫുള്ളി അല്ലെങ്കിൽ ക്വിക്ക് എക്സാമിൻ. 68-ാമത്തെ ചോദ്യം, ഹി മെയ്ഡ് എ ഡാഷ് ടോക്കിംഗ് ടു ഹിസ് ഫ്രണ്ട് ലൗഡ്ലി ഡ്യൂറിംഗ് ദ സെറിമണി. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് ക്ലിഷേ. ഹി മെയ്ഡ് എ ക്ലിഷേ ടോക്കിംഗ് ടു ഹിസ് ഫ്രണ്ട് ലൗഡ്ലി ഡ്യൂറിംഗ് ദ സെറിമണി. ക്ലിഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞ് പഴകിയാണെന്നാണ് അതിൻ്റെ അർത്ഥം. 69-ാമത്തെ ചോദ്യം, ദ ട്രഷർ വാസ് ബറീഡ് ഡാഷ് ആൻ ഓൾഡ് ഓക്ക് ട്രീ.
ആൻസർ വരുന്നത് സി ആണ്, ബിനീത്ത്. ദ ട്രഷർ വാസ് ബറീഡ് ബിനീത്ത് ആൻ ഓൾഡ് ഓക്ക് ട്രീ. ആൻസർ ഓപ്ഷൻ സി, ബിനീത്ത്. ബിനീത്ത് എന്ന് പറഞ്ഞാൽ അടിയിലെന്നാണ്. 70ാമത്തെ ചോദ്യം, ഫ്യൂ പീപ്പിൾ അണ്ടർസ്റ്റുഡ് ഡാഷ്. അത് ഇവിടെ ക്വസ്റ്റ്യൻ ടാഗാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, ഡിഡ് ദേ. ഓപ്ഷൻ ഡി ഡിഡ് ദേ. ഫ്യൂ പീപ്പിൾ അണ്ടർസ്റ്റുഡ്, ഡിഡ് ദേ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. 71 മുതൽ 80 വരെയുള്ള ചോദ്യങ്ങൾ മലയാളം ചോദ്യങ്ങളാണ്. 71ാമത്തെ ചോദ്യം, 5-6 എന്ന പദത്തെ ഘടകപദങ്ങളാക്കുക. 5-6 എന്ന പദത്തെ ഘടകപദങ്ങളാക്കുമ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, 5-6. ഓപ്ഷൻ എ, 5-6. 72ാമത്തെ ചോദ്യം, വയറ്റത്തടിക്കുക എന്ന ശൈലിയുടെ അർത്ഥത്തെ സൂചിപ്പിക്കാത്ത പ്രയോഗം. വയറ്റത്തടിക്കുക എന്നുള്ളതിനെ സൂചിപ്പിക്കാത്ത പ്രയോഗമാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ്, സന്തോഷിപ്പിക്കുക. സൂചിപ്പിക്കുന്നത് ഗതിമുട്ടിക്കുക, ദുഃഖിപ്പിക്കുക, കഷ്ടപ്പെടുത്തുക. അതൊക്കെ വയറ്റത്തടിക്കുക എന്നുള്ള ശൈലിക്ക് അനുയോജ്യമായിട്ട് വരുന്നതാണ്. എന്നാൽ അതിന് അനുയോജ്യമല്ലാത്തതാണ് ചോദ്യം, സന്തോഷിപ്പിക്കുക. 73ാമത്തെ ചോദ്യം, കർത്താവ് എന്ന പദത്തിൻ്റെ എതിർലിംഗമായി വരുന്ന പദം. ഓപ്ഷൻ സി, കർത്തൃ. കർത്താവ്, കർത്തൃ. 74ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ ബഹുവചനത്തിന് ഉദാഹരണം. ഓപ്ഷൻ സി, മിടുക്കർ. ബഹുവചനത്തിന് ഉദാഹരണം വരുന്നത് ഓപ്ഷൻ സി, മിടുക്കർ. 75ാമത്തെ ചോദ്യം, പുത്രൻ്റെ ഭാര്യ എന്നർത്ഥം വരുന്ന പദം. ഓപ്ഷൻ ബി, സ്നുഷ. പുത്രൻ്റെ ഭാര്യ, ഓപ്ഷൻ ബി, സ്നുഷ. 76ാമത്തെ ചോദ്യം, ടു റൂട്ട് ഔട്ട് എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ ശരിയായ പരിഭാഷ. ടു റൂട്ട് ഔട്ട് എന്നാൽ ഓപ്ഷൻ സി ആണ് ഉത്തരം, ഉന്മൂലനം ചെയ്യുക. ടു റൂട്ട് ഔട്ട് മീൻസ് ഉന്മൂലനം ചെയ്യുക. ഓപ്ഷൻ സി. 77ാമത്തെ ചോദ്യം, ഉദാരൻ എന്ന പദത്തിൻ്റെ വിപരീതാർത്ഥം. ഓപ്ഷൻ ബി, കൃപണൻ. ഉദാരൻ്റെ വിപരീതമാണ് ഓപ്ഷൻ ബി, കൃപണൻ. 78ാമത്തെ ചോദ്യം, പെരുമ്പറ എന്ന പദം പിരിച്ചെഴുതുക. അതിൽ വന്നിരിക്കുന്നത് ഓപ്ഷൻ എ ആണ്, പെരും പ്ലസ് പറ. പെരും പ്ലസ് പറയാണ് ഉത്തരം, ഓപ്ഷൻ എ. 79ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പദം ഏത്? വിഡ്ഢിത്തം. ഓപ്ഷൻ ഡി. ഇങ്ങനെയാണ് വിഡ്ഢിത്തം എന്ന് ശരിയായിട്ടുള്ള രൂപം. 80ാമത്തെ ചോദ്യം, വില്ല് എന്നർത്ഥം വരാത്ത പദം. അതിൽ വില്ല് എന്ന അർത്ഥം വരാത്തതാണ് ചാപം, കാർമുകം, കോദണ്ഡം, അമ്പ്. അതിൽ ചാപം, കാർമുകം, കോദണ്ഡം ഇതെല്ലാം വില്ല് എന്ന അർത്ഥം വരുന്നതാണ്. എന്നാൽ അമ്പ് വില്ല് എന്ന അർത്ഥം വരാത്ത പദമാണ് അമ്പ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, അമ്പ്. ഇനി 81 മുതൽ 100 വരെയുള്ള ചോദ്യങ്ങൾ സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. അത് വിശദമായിട്ട് മറ്റൊരു ക്ലാസ്സിൽ നിങ്ങൾക്ക് അതിൻ്റെ എക്സ്പ്ലനേഷനോടുകൂടി അതിൻ്റെ ഉത്തരങ്ങൾ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഇന്ന് നടന്ന 11/26 80 വരെയുള്ള ചോദ്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധയോടെ കാണുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക, എന്തെങ്കിലും തിരുത്തുണ്ടെങ്കിൽ അതും അറിയിക്കാം. താങ്ക്സ്.